ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ചേരുവകൾ മാത്രം മതി. അതുപോലെ തന്നെ ഒരുപാട് പണികളൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് പലഹാരത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് നട്ട്സും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിൽ തന്നെ നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ കുറച്ച് സമയം ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ റവയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനിയും കുറച്ച് ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് വലിയ ജാറിലേക്ക് മാറ്റിയ ശേഷം ഈ ഒരു ചെറിയ ജാറിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പഞ്ചസാരയും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഈ ഒരു വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ചെറിയ ജാറിലാകുമ്പോഴാണ് ഇത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുക. അതുകൊണ്ടാണ് ആദ്യം തന്നെ അതിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റവയും പഞ്ചസാര പൊടിച്ചതും കൂടെ ഈ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പാലാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടിച്ച് കഴിഞ്ഞിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. നമുക്കിതൊരു സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പാല് ചേർത്ത് കൊടുത്തു എന്ന് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു തരാം. ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മാവിലേക്ക് ഒരു 10 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന ആ പഴം ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആദ്യം തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. തയ്യാറാക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ ആവിയിലാണ് കേട്ടോ നമ്മളിനി വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ചെറിയ ബൗൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പാത്രത്തിലോ കേക്ക് ടിന്നിലൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ബൗൾസിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടും. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനും പറ്റും. ഇനി ഇതിൽ ഇതുപോലെ ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഓയിൽ തേച്ച് കൊടുത്ത ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൗൾ നിറയായിട്ട് മാവ് ഒഴിച്ചെടുക്കരുത് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റീമർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിലിത് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ചൂടായ ശേഷം വേണം കേട്ടോ ഈ ഒരു ബൗൾസൊക്കെ വെച്ച് കൊടുക്കാൻ. അതല്ലെങ്കിൽ ഇത് പൊങ്ങി വരില്ല. നല്ല പോലെ തിളച്ച് ചൂടായ ശേഷം മാത്രം അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്ന ശേഷം ഞാനിതിലേക്ക് ഈ ഒരു ബൗൾസ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് മതി. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. നമ്മളിതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരില്ല. ഇതിൽ കാണുന്ന പോലെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ ഒരു ബൗളിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴെങ്കിലും നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും തയ്യാറാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്